ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറീൻ്റെ വിത്ത് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നട്ട് വെച്ചേക്കാമെന്ന് ഓർത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കപ്പ നട്ടില്ലേ, അവിടെ കൊണ്ട് നടാമെന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങിയതാട്ടോ. എല്ലാം ഉണ്ട്. പയറുണ്ട്, വള്ളിപ്പയറില്ലേ അതുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, വെണ്ടേൻ്റെ വിത്തുണ്ട്, വഴുതനയുണ്ട്, വെള്ളരിയുണ്ട്. ഇതെല്ലാം ഞാനിതൊന്ന് നട്ട് വെക്കട്ടെ. അപ്പം പള്ളിലേക്ക് ഒന്ന് മാറ്റിയിട്ട് വേണം അവിടെ തടം എടുക്കാൻ. കുറച്ചധികം തടം എടുക്കണം. ഇപ്പം വിത്ത് നടന്ന സമയമാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും കർക്കിടകം കഴിഞ്ഞല്ലോ, ചിങ്ങം ഇന്നിപ്പം ചിങ്ങം ഒന്നല്ലേ. എന്തായാലും നട്ടേക്കാമെന്നോർത്തുകൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷെ പയറിപ്പം നട്ടാൽ അങ്ങനെ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പയർ ഈ ഓഗസ്റ്റ് മാസത്തിലൊക്കെ നട്ടിട്ട് ഒരു നല്ല കായൊക്കെ ആയി ഒരു പ്രാവശ്യമൊക്കെ കായ്ക്കുമ്പോഴത്തേക്കും ഒരു തണ്ട് തിരപ്പം പുഴുവില്ലേ, അത് വന്ന് കയറി ഫുള്ളങ്ങോട്ട് വാടിപ്പോയായിരുന്നു. വഴുതനയും വെള്ളരിയും മത്തനും ഒക്കെ ഏത് സമയത്തും നടാൻ തോന്നും. അങ്ങനെ എല്ലാത്തിനും തടമൊക്കെ ഏകദേശം എടുത്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ കുഴിച്ചുകൊണ്ടിരിക്കുന്നത് വെണ്ട വിത്ത് നടാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 ചോട് നടാൻ നിർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പം ഞാനിതെല്ലാം ഒന്ന് നട്ടു വെക്കട്ടെ കേട്ടോ. ഇത് പയറിൻ്റെ വിത്താട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ ആയിരുന്നു പയർ നട്ടത്. കുറേ പയർ കിട്ടിയായിരുന്നു കേട്ടോ. നല്ല മീറ്റർ പയർ, നല്ല വലിപ്പമുള്ള. പയറും ഒരു 10-15 കൊടി വരേൻ്റെ അപ്പുറം ഇപ്പുറം ഞാൻ കുഴി കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മൊത്തം ഞാനൊന്ന് നട്ട് വെക്കട്ടെ. ഇത് നിലമ്പൂരാട്ടോ സ്ഥലം. ഇവിടെ പൊതുവേ ചൂട് കൂടെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് കണ്ടോ, മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ കണ്ടോ ഉണങ്ങി കിടക്കുന്ന. മഴയാണെങ്കിൽ ഇടയ്ക്കൊരു വെയിൽ കിട്ടിയാൽ ഭയങ്കര ചൂടാട്ടോ, വയർത്ത് നമ്മൾ ഒലിക്കും. അതുപോലത്തെ ഒരു സ്ഥലമാണ് നിലമ്പൂർ. പിന്നെ റബ്ബറിനും തേക്കിൻ്റെ കൃഷിയൊക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. റബ്ബറിനൊക്കെ നല്ല സ്ഥലമാണ് നിലമ്പൂർ. ഇപ്പോൾ ഇത് ഞാൻ നടാൻ പോകുന്ന വെണ്ടേൻ്റെ വിത്താട്ടോ. പയർ മുഴുവൻ നട്ട് കഴിഞ്ഞു. ഈ വെണ്ട വിത്ത് നടണം. പിന്നെ മത്തനുണ്ട്, അതും കൂടെ നടണം. പിന്നെ കുറച്ച് വെള്ളരീൻ്റെ വിത്തുണ്ട്. അതെല്ലാം ഒന്ന് ഞാൻ നട്ടു വെക്കട്ടെ. പെട്ടെന്നൊരു മഴ പെയ്യും. കഴിഞ്ഞ പ്രാവശ്യം നല്ല പോലെ വെള്ളരിക്ക കിട്ടിയത്, നല്ല മുഴുത്ത വെള്ളരിക്ക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബാക്കി നമുക്ക് നാളെ നടാം. ഇത് കണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടു വെച്ച കപ്പത്തണ്ടില്ലേ, അതിന് മുള പൊട്ടിയത്.